ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാകുന്നു എന്നറിയുന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മളൊരു തിയററ്റിക്കൽ നോളേജിൽ അപ്പുറമായിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്നേഹം ലൈക്ക് ബട്ടണിൽ ഒരു ചെറിയ കൈ ഇങ്ങനെ കൊടുത്ത് അത് നിങ്ങൾ ഞങ്ങളിലേക്ക് തരിക. പിന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷുവറിൻ്റെ ബീറ്റ 58A എന്ന് പറയുന്ന കോഡ്ലെസ് മൈക്രോഫോൺ നമുക്ക് ഈ മിക്സറിലേക്ക് നമുക്ക് ഘടിപ്പിക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഈ കോഡ്ലെസ് മൈക്രോഫോൺ സിസ്റ്റത്തിൻ്റെ മോഡം അല്ലെങ്കിൽ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിസീവറിൽ നിന്ന് നമുക്ക് നമ്മുടെ മിക്സറിലേക്ക് നമുക്ക് XLR കണക്ഷൻ നമുക്ക് കൊടുക്കണം. അതുപോലെ നമുക്കിതിൻ്റെ പവർ കൊടുക്കുന്നതിനുള്ള ഒരു ഭാഗമാണ്. XLR കേബിൾസ്, ഇത് പവർ കൊടുക്കുന്നതിനുള്ള സാധനം. പിന്നെ ഇതിൻ്റെ 2 മൈക്രോഫോണാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മോഡത്തിന് പവർ സപ്ലൈ കൊടുക്കാം. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം പവർ ടേൺഡ് ഓഫ് ആയിരിക്കണം. ഓക്കെ, സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ കണക്ഷൻ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഇതാണ് നമ്മുടെ പവർ നമ്മളിവിടെ കൊടുക്കുന്നു. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിനകത്തേക്കൊന്ന് കയറ്റി ഇവിടെ വെക്കാം. മനസ്സിലായില്ലേ? അതപ്പോൾ അവിടെ സേഫായിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി നമ്മൾ റിസീവറിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന നമ്മുടെ മിക്സറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ XLR കേബിൾ നമ്മൾ എടുക്കുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നു. അതിനൊരു ഗ്രൂ ഉണ്ട്, അത് കൃത്യമായിട്ട് അതിനകത്തേ കയറത്തുള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്കൊരു ക്ലിക്കിംഗ് നോയ്സ് അവിടെ വന്നു. ഓക്കെ, ഇതിൻ്റെ മറ്റേ അഗ്രം നമ്മളെടുക്കുന്നു. ഇതിൻ്റെ മറ്റേ അഗ്രം നമ്മൾ നേരെ ചാനൽ നമ്പർ 1 കൊടുക്കുന്നു. ഈ ഗ്രൂ ഈ മുകളിൽ വരണം. ഓക്കെ, നമ്മളിത് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മോഡത്തിൻ്റെ ഒരു ചാനൽ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നു. നമ്മൾ സെക്കൻഡ് ചാനലിലേക്ക് കൊടുക്കും. ഇപ്പം നമ്മൾ കണക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോൺ എടുത്തു. നമ്മുടെ മൈക്രോഫോണിലേക്ക് നമുക്ക് ബാറ്ററി നമ്മളിട്ട് കൊടുക്കുക. ഓക്കെ, ബാറ്ററി AA ബാറ്ററിയാണ്. 1 2. ഇപ്പോൾ നമ്മൾ പവർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ വർക്ക് കാണിച്ചു തരാം. ഈ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ബ്രാൻഡ് ന്യൂ ബാറ്ററി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും പുതിയ ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ റീചാർജബിൾ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ചാർജഡ് ആയിട്ടുള്ള ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഓൺ ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം. ഓക്കെ, പവർ നമ്മൾ ഓൺ ചെയ്യുന്നു. ചാനൽ നമ്പർ A1 and A3. നമുക്ക് ഇതിനകത്ത് മോഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കും A1 and A3. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ എടുത്തിട്ട് നമുക്ക് മൈക്രോഫോൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും A and 1. നമുക്ക് ഈ ചാനലിലേക്ക് ഈ മൈക്രോഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണുന്നത് A1 എന്ന് പറഞ്ഞ് കണ്ടത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്ത മൈക്രോഫോൺ നമുക്ക് ഓൺ ചെയ്യാം. സോഫ്റ്റ് ആയിട്ടുള്ള ലോങ് പ്രസ് ഇവിടെ കാണിക്കുന്നുണ്ട് A3. അത് ഇതിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? റെഡി എന്നുള്ള ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റെഡി, അവിടെ ഗ്രീൻ സിഗ്നൽ നമുക്ക് കാണുന്നുണ്ട്. റെഡി. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് സാരം. ഇനി നമുക്ക് ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇൻ കേസ് നമ്മുടെ ഈ ഒരു മോഡത്തിൻ്റെ ഈ പറയുന്ന പവർ സപ്ലൈ ഓഫായി പോവുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കണക്ഷൻ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ അയ്യോ ഇത് എങ്ങനെയാണെന്നുള്ളൊരു ചിന്ത വരും. ഓക്കെ,
അതായത് നമുക്കൊന്ന് പവർ ഓഫ് ചെയ്തിട്ട്, കാരണം പല ആളുകളും യൂസ് ചെയ്യുന്ന സാധനമാണ്, അതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആളുകൾ പല പരിപാടികളും കാണിക്കും. സോ അത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഒന്ന് ഇട്ട് നോക്കാം. പലപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പിടിക്കാറുണ്ട്. പക്ഷേ നമുക്കത് പിടിച്ചില്ലെങ്കിലുള്ള സീനും കൂടെ നമുക്ക് നോക്കണമല്ലോ. ഓൾറൈറ്റ്. സോ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഇതാ ചെയ്തു. A3 അത് നമുക്ക് ഇവിടെ തന്നെ ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ. ഇൻ കേസ് ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ ഇത് കണ്ടില്ലേ, ചാനൽ ആൻഡ് ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു 2 സ്വിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ചാനൽ, ഗ്രൂപ്പ്. അത് നമുക്ക് ചാനൽ എന്നുള്ളതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അതിനെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നോക്കൂ, ഇതിനെ 4, 5, 6 എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മോഡത്തെ വന്നിരിക്കുന്ന നമ്പർ ഇപ്പോൾ A1 എന്നോ 2 എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 നമുക്ക് വരേണ്ടത്. ഇപ്പോൾ 3 നമ്മൾ സെലക്ട് ചെയ്തു, ലിങ്ക് ചെയ്തിട്ട് 3 സെലക്ട് ആയി. ഇനി നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ഗ്രൂപ്പേ പ്രസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ A ആണല്ലേ. ഇനി ഇൻ കേസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അകത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ BCD എന്ന് പറഞ്ഞിട്ട് സംഭവം മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് A തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് Aയിലേക്ക് വരണം. സോ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഇത് A വരുന്നവരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. A3 എന്നുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് 1 എന്നുള്ളതിനെ 3യിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. 3 ഓക്കെ, 3 സെറ്റായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് A ആണ്. കണ്ടോ, A. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് A ആണ്. അപ്പം ഇതിനകത്ത് വരുന്ന സാധനം എന്തായിരിക്കും, A3. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് കണക്റ്റഡ് ആയി. അപ്പോൾ അങ്ങനെയാണ് ഇൻ കേസ് ഇതിൻ്റെ ചാനൽ കണക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഈ മോഡവുമായിട്ട് അല്ലെങ്കിൽ ഈ റിസീവറുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഈ ഒരു മൈക്രോഫോൺ കണക്റ്റ് ആയിരിക്കുന്നത് ചാനൽ നമ്പർ 1ലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ ഈ മൈക്രോഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെയാണല്ലോ മൈക്കിൽ പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറ് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ, ഈ ഒരു കളറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് വെച്ചിട്ട് നമുക്കിവിടെ കണ്ടോ, നമ്മുടെ ചാനൽ നമ്പർ 1 ആണ്, അതിന് നമ്മൾ ഈ കളർ കോഡ് കൊടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാം അയാളുടെ വോളിയം കൂട്ടണോ അല്ലെങ്കിൽ അയാളുടെ എഫക്റ്റ് നമുക്ക് ഇച്ചിരി കുറയ്ക്കണോ അല്ലെങ്കിൽ എഫക്റ്റ് കൂട്ടണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇയാൾക്ക് വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വോളിയം ഇച്ചിരി കൂട്ടി കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഫേഡുകളുള്ള കളിയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കളർ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് അതുപോലെ നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ വിത്തേൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കണ്ടോ, ആ ബ്ലൂ എന്ന് പറയുന്ന സാധനം ഇവിടെയും വന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ മിഡ് എന്ന് പറയുന്ന ഈ സംഭവമില്ലേ, മിഡ് എന്ന് പറയുന്ന കീ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ 12 കീപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ 12 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ വോയിസിന്റെ ഔട്ട് ശരിക്കും നമുക്ക് സ്പീക്കറിൽ നിന്ന് വരുന്നതിനകത്ത് ഈ മിഡ് എന്ന് പറയുന്നതിനകത്ത് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പങ്കുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റും, ഇതിന്റെ വേരിയേഷൻ ഉണ്ടോ. ഈ മിഡ് ഞാനിങ്ങോട്ട് താത്തി കഴിയുമ്പോൾ വോയിസ് മെയിനായിട്ട് ഇറങ്ങി വരുന്നതിന്റെ ഒരു ക്ലാരിറ്റി കണ്ടോ, ഹലോ, അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ വോക്കലിന്റെ ക്ലാരിറ്റി കൃത്യമായിട്ട് വരാനായിട്ട് മിഡ് ഒരു നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ 12 സെറ്റ് ചെയ്യുമ്പോഴത്തേന് അത് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിന്റെ തൊട്ട് താഴെ മറ്റൊരു കീയും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് അതിന്റെ ഹെഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന കീ ആണ്. ഓക്കെ, അത് നോക്കുക. ഇത് നമ്മൾ മാക്സിമം നെഗറ്റീവിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ സാധനം നമുക്ക് ഇപ്പൊ ഔട്ട് നിങ്ങൾക്ക് കേൾക്കും, ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അത് -15ലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാൻ മുകളിലേക്ക് വേറെ ഒരു സെറ്റിങ്ങിലും വ്യത്യാസമില്ല. ഇത് ഞാൻ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരുന്നതനുസരിച്ച് നമ്മുടെ വോയിസ് കുറച്ചും കൂടെ ഷാർപ്പ് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, ഹലോ, ചെക്ക്, കണ്ടോ, ഇത് കൂട്ടിക്കൊണ്ട് വരുന്നതനുസരിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ വോയിസിൽ വരുന്നുണ്ട്.
ഓക്കെ, ഹലോ. കണ്ടോ, നെഗറ്റീവിലേക്ക് പോകുന്നതനുസരിച്ച് വോയിസ് വളരെ ഡള്ളാവുന്നു. അപ്പോൾ നമ്മളിത് 12 o'clock സെറ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ട രീതിയിൽ സെറ്റായിരിക്കും. പ്രത്യേകിച്ച് ആദ്യം നമ്മൾ പെൺകുട്ടികളുടെയൊക്കെ വോയിസ് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചില പ്രത്യേക പാട്ടുകളൊക്കെ വരുമില്ലേ, ഒരുപാട് പീക്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന രീതിയൊക്കെ വരുമ്പോൾ ഈ ഒരു കീ നമ്മൾ കുറച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ആയുസിന് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂട്ടർ ഭാഗം ചിലപ്പോൾ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഈ കംപ്രസർ ആണെങ്കിലും നമ്മൾ എന്താ പറയുക, ചില ആളുകൾ പ്രസംഗമൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ അററ കുററ പണികൾക്ക് വേണ്ടി, സാറേ അററ കുററയല്ല അറ്റകുറ്റപ്പണി എന്നാണ്. ഓക്കെ, നമ്മുടെ സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ പണം നമ്മൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യം തുടങ്ങുന്ന ഈ രീതിയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഇങ്ങനെ സംസാരിച്ച് ഇവന്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് പോകുന്ന ഒരു സീൻ വരും. ആ സമയത്തൊക്കെ നമ്മുടെ കംപ്രസറിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ശബ്ദം കണ്ടമാനം ബ്ലറായി പോകാതിരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ചാനൽ കംപ്ലീറ്റ് ഒരു ചാനൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇത് കേൾക്ക്. പിന്നെ നമുക്ക് ആളുകൾക്ക് കൃത്യമായിട്ട് വോക്കൽ സംസാരിക്കുമ്പോൾ ഒരുപാട് എഫക്റ്റിന്റെ ആവശ്യമില്ല. ഉണ്ടോ, സംസാരിക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് നമുക്ക് എഫക്റ്റ് ഒരല്പം കട്ട് ചെയ്ത് 12 o'clock സെറ്റ് ചെയ്യുകയാണെങ്കിൽ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഒരു പൊതുവായിട്ടൊരു തിയറിയാണ് 12 നേരെ കണ്ട ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കൃത്യം നമ്മൾ പറയുന്ന കാര്യം ആളുകൾക്ക് കിട്ടും. 12 o'clock കണ്ടോ ഒരു സുഖത്തിൽ കേൾക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഈ എഫക്റ്റ് നമ്മൾ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. കണ്ടോ, ദൂരോട്ടൊക്കെ നിൽക്കുന്നവർക്ക് വോയിസ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്തോ ഒരു എക്കോ അടിക്കുന്ന പോലെ തോന്നത്തേ ഉള്ളൂ. സോ 12 o'clock ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പൊസിഷനാണ്. ഓക്കെ, അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എഫക്റ്റിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ റിവേർബ് ഹാൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്കിത് ഓർക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് സെലക്ട് ആക്കുന്നതിന് വേണ്ടി ഈ ഒരു കീയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് അത് കണക്റ്റ് ആവുന്നത്. കണ്ടോ, ഹലോ ചെക്ക്. ഇപ്പം 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഏത് ചാനലിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനകത്തൊരു കീ ഉണ്ട്, കണ്ടോ, FX എന്ന് പറയുന്ന ഒരു കീ. അത് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ എഫക്റ്റ് സ്പീക്കറിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണും. കണ്ടോ, ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു വേറെ ലെവലുണ്ട്. ആ ലെവൽ നമ്മൾ കയറ്റി കൊടുത്താൽ ഇത് വേറൊരു ലെവലിലേക്ക് പോകും. കണ്ടോ, ഹലോ ചെക്ക്, ഹലോ. അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊരു 12 o'clock സെറ്റ് ചെയ്തിട്ട് ചാനലിൻ്റെ ഈ ഒരു ഫേഡറിൽ വർക്ക് ചെയ്യുന്നതാണ് സുഖകരമായിട്ടുള്ള കാര്യം. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ. ഇനി നമുക്ക് രണ്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് 1 2 ഹലോ. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഇൻഡോറിലാണ് നമ്മളുടെ കൂടുതൽ പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ചെന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് സംസാരിച്ച് നോക്കിയതിന് ശേഷം വേണം നമ്മളത് ഏത് നമ്മുടെ എഫക്റ്റിൽ വേണം ഇത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്യാൻ. പല ഹോളുകളും പല രീതിയിലുള്ളതായിരിക്കും. ചിലപ്പം ഹൈറ്റ് കൂടിയത്, ഒരുപാട് ജനലുകളൊന്നും ഇല്ലാത്ത, തുറന്നിടാൻ ഒരുപാട് എക്കോ അടിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണും. അപ്പൊ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്ര സുഖകരമായിട്ട് കിട്ടുന്നു എന്നത് നോക്കിയതിന് ശേഷം വേണം നമ്മളത് ഫിക്സ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ നമ്മൾ മൈക്രോഫോൺ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു വ്യക്തി പാടുന്ന, ഇപ്പൊ ഉദാഹരണം ഞാൻ പാടുന്ന മൈക്രോഫോൺ ഇതാണെന്നുണ്ടെങ്കിൽ എന്റെ സെറ്റിങ്സിനനുസരിച്ച് ഇതിനെ ഫിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇതിന്റെ ഗെയിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഈ മൈക്രോഫോണിൽ പാടാൻ ശ്രമിക്കുക. അപ്പൊ അടുത്തൊരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു സിംഗറിനാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ അവരുടെ ഗെയിൻ തുടങ്ങി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വ്യക്തിക്ക് ഈ മൈക്രോഫോൺ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പണി വളരെയധികം ഈസി ആയിരിക്കും. മനസ്സിലാവും? ഇത് നമുക്കൊന്ന് നോക്കാം. ഇത് ഈ പറയുന്ന നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് USB ഓഡിയോ
മനസ്സിലായി. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രിൻ്ററിൻ്റെ കൂട്ടുള്ള കേബിളാണ്. നമുക്ക് USB കേബിളാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് എടുക്കാം. അത് DXLR കേബിൾ കൊണ്ടുള്ളതാണ്. അതല്ലാതെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വേറെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജാക്ക് ആൻഡ് ജാക്കിൻ്റെ കേബിളാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ മോണിറ്റർ ഔട്ട്പുട്ട് ഇവിടെ ലെഫ്റ്റും റൈറ്റിനും വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഔട്ട്പുട്ട്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരാൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, ഓക്സിലറി ഇത് ഇന്നല്ല ഔട്ടാണെന്ന് പറഞ്ഞിരുന്നു. അത് കറക്റ്റാണ്, ഓക്സിലറി ഔട്ടാണ്. അങ്ങനെ നമുക്ക് ഓക്സിലറി ഔട്ടിൽ നിന്ന് നമുക്ക് എടുക്കാം 2, 3, 4 കണക്ഷൻസ്, 4 സ്പീക്കേഴ്സ് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് ഔട്ടാണ് ഈ കാണുന്നത്. 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഔട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് നമ്മുടെ കൺസോളിൽ വന്നിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളവിടെ ഗ്രൂപ്പ് ഔട്ടിൻ്റെ 1 and 2 എന്ന് പറയുന്നതും 3, 4 കാണിച്ചല്ലോ. അപ്പോൾ 1ലേക്കും 2ലേക്കും നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ഔട്ട്പുട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കീ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ അവിടെ കണക്കുന്ന 3 and 4 ഔട്ടിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ തിയറി. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഗ്രൂപ്പ് നമുക്ക് അവിടെ ഗ്രൂപ്പ് 1 and 2ലേക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ മോണിറ്റർ സെറ്റപ്പിന് വേണ്ടിയാണ്. അതായത് ഉദാഹരണം നമ്മുടെ സ്റ്റേജിൽ കുറേ ഗിറ്റാർ, അതുപോലെ തന്നെ വയലിൻ അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ ഡ്രംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കൂടുതൽ ആവശ്യം വരിക. ഒരു കരയോക്കി സിംഗിങ്ങിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇഷ്യൂസ് നമുക്ക് വരാറില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവർക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇത് നമുക്ക് വളരെയധികം ഗുണകരമായിരിക്കും ഗ്രൂപ്പ് ഔട്ടുകൾ. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത 3, 4നെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റേജിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമായിട്ട് ഇതിനെ കേൾക്കാനുള്ള ഒരു അവസരം നമുക്ക് ഈ ഒരു രീതിയിലൂടെ കൊടുക്കാം. അന്നേരം നമുക്കിവിടെ ഈ ഒരു മെയിൻ ഔട്ട് നമുക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സദസ്സിലിരിക്കുന്നവർക്ക് ആ ശല്യം ഉണ്ടാകത്തുമില്ല എന്ന് സാരം. ഓക്കെ, അത് പ്രത്യേകം നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേജിൽ ഇരുന്നിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് എവിടെ ഇരുന്നാണ് ഒരു പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചെറിയ ഹോളായിരിക്കാം, ചിലപ്പോൾ വലിയ ഹോളായിരിക്കാം. അപ്പോൾ നമുക്ക് സ്നേക്ക് കേബിളൊന്നും യൂസ് ചെയ്യാതെ ചിലപ്പോൾ ഒരു മൂലയിലൊക്കെ പോയി ഇരുന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട സമയത്ത് ഈ സ്പീക്കറിൻ്റെ ഔട്ട് നമുക്ക് ഈ പറയുന്ന ആളുകളുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മ്യൂസിക്കിൻ്റെ ഔട്ടും ആളുകളുടെ സംസാരിക്കുന്നതിൻ്റെ ഔട്ടും അല്ലെങ്കിൽ പാടുന്നതിൻ്റെ ഔട്ടും ഒരുപോലെയാണെന്നൊക്കെ അറിയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് നമുക്കൊരു എന്താ പറയുക ഒരു ഫോൺസിൻ്റെ കേബിൾ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോൺസിലേക്ക് നമ്മളിത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, നമുക്ക് ഈ മൈക്രോഫോണിൽ നമുക്ക് സംസാരിച്ചിട്ട് ഹലോ ഇത് നമുക്കിവിടെ നമ്മുടെ ചെവിയിലും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിവിടെ ഒരു ഫോൺസിൻ്റെ വോളിയം ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കണ്ടോ, ഹലോ ചെക്ക്. ഇത് ഞാനിവിടെ വോളിയം കട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നമുക്കിവിടെ ഈ ഫോൺസിൻ്റെ വോളിയം കയറ്റിയിട്ട് നമുക്കിത് നോക്കാൻ പറ്റും. ഓക്കെ, എന്തുമാത്രം വരുന്നുണ്ട് എന്നുള്ളത്. ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഒരു അളവിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു കരയോക്കിയും നമ്മൾ പാടുന്നതും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ടിരുന്നിട്ട് ഓക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കറക്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കരയോക്കിയെ കഴിഞ്ഞും ഒരു പോയിന്റ് ലെവൽ കൂടുതലായിരിക്കണം നമ്മുടെ വോക്കലിൻ്റെ സൗണ്ട് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ വോക്കലിൻ്റെ ഈ പറയുന്ന സൗണ്ടിൻ്റെ എഫക്റ്റുകളും ആവശ്യത്തിനുള്ള ഡിലേയും റിവർബും ഒക്കെ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഈ രീതിയിൽ ഈ നമ്മുടെ കൺസോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടേബിളിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ കേബിളിൻ്റെ രീതി. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പലപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വോയിസ് ഔട്ട് എടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ വോയിസ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ USB കേബിൾ ഉപയോഗിച്ച് നമ്മുടെ യമഹ കോർപ്പറേഷൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇതിലൊക്കെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. നമുക്ക് ഏറ്റവും ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺസ് എന്ന് പറയുന്ന സാധനം കണ്ടോ, ഫോൺസ് നല്ല ഔട്ടാണിത്. ഈ ഫോൺസിൻ്റെ ഒരു സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ നോബും നമുക്കിവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഔട്ട് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ കണക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയാണെങ്കിൽ ആ ക്യാമറയുടെ മൈക്രോഫോൺ ഇന്നിലേക്ക് നമ്മൾ കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിലും
ഇതുപോലെ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ മൈക്രോഫോൺ അതിൻ്റെ ഇന്നിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും സഞ്ചരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ്ലെസ് ആയിട്ടുള്ള സിസ്റ്റമൊക്കെ ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ കോഡ്ലെസ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ആ ക്യാമറ കൊണ്ട് നമ്മുടെ ട്രൈപോഡെ കൊണ്ട് അടിയിൽ കുറച്ച് 3 വീലും കൂടെ പിടിപ്പിക്കാൻ നമുക്ക് എതിലേ വേണമെങ്കിലും കൊണ്ടു നടക്കാം. യാതൊരു വിധത്തിലുള്ള നോയ്സ് ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല. കാരണം ഇവിടെ ഇരിക്കും റിസീവർ, മനസ്സിലായില്ലേ? മറ്റേ നമ്മുടെ ക്യാമറയുടെ അവിടെയും ആ റിസീവർ ഉണ്ടായാൽ മാത്രം മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കേബിൾ വഴിയാണെങ്കിൽ നമുക്ക് പറ്റും. ഇതുപോലെ ഒരു സ്റ്റീരിയോ കണക്ടർ എടുക്കുക. സ്റ്റീരിയോയുടെ ഒരു കണക്ടർ എടുത്തിട്ട് ഇവിടുന്ന് നേരെ ഇതിൻ്റെ മറ്റേ കേബിളിൻ്റെ അറ്റം നമ്മുടെ നമ്മുടെ ക്യാമറയുടെ മൈക്കിൻ്റെ ഇൻലെറ്റിലേക്ക് നമ്മൾ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ആകുമ്പോൾ ഈ വോയിസോടുകൂടി തന്നെ ആയിരിക്കും റെക്കോർഡായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് പാർട്ട്, മനസ്സിലായില്ലേ? ഒരുവിധ ഹാസ്യമില്ല, വേറെ പണികളൊന്നുമില്ല. അത് നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും വേറെ ഒന്നും ചെയ്യണ്ട. ഈ വോയിസ് എല്ലാം ഇതിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ആ വോയിസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഗായ്സ്. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മറ്റ് ഭാഗങ്ങൾ കാണാം. ഓക്കെ.